ഹിൻസ് ആൻഡ് ടോപ്പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. LDCയുടെ 4ാം ഘട്ട പരീക്ഷ സെപ്റ്റംബർ 7 നടക്കാനിരിക്കുകയാണ് അല്ലേ? അത് എല്ലാവർക്കും അറിയാം. അപ്പോൾ LDCക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ദേശീയോദ്യാനങ്ങളെ കുറിച്ചാണ്. കേരളത്തിലുള്ള ദേശീയോദ്യാനങ്ങളെ കുറിച്ചും അതിന് സംബന്ധമായ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? നമുക്ക് ഇതിനെക്കുറിച്ച് ദേശീയോദ്യാനം ഇപ്പം തന്നെ ഇതിൽ പഠിച്ചിരിക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. LDCയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് നമ്മുടെ ദേശീയോദ്യാനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. എന്താണ് കേരളത്തിലെ എത്ര ദേശീയോദ്യാനങ്ങളാണ് ഉള്ളത്? 5 ദേശീയോദ്യാനങ്ങളാണ് ഉള്ളത്. അല്ലെങ്കിൽ കേരളത്തിലെ നാഷണൽ പാർക്കുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 എണ്ണമാണ് ഉള്ളത്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ രേഖകൾ പ്രകാരം അത് 6 എണ്ണമാണ്. ഉള്ളത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുള്ള ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകളെ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. ഇടുക്കിയിലെ ഏതൊക്കെ ദേശീയോദ്യാനങ്ങളാണ് ഉള്ളത്? ഇടുക്കി ജില്ലയിൽ കാണപ്പെടുന്ന ഏതൊക്കെ ദേശീയോദ്യാനങ്ങളാണ് ഉള്ളത്? 1 ഇരവികുളം, 2 ആനമുടിച്ചോല, 3 പാമ്പാടുംചോല, 4 മതികെട്ടാൻചോല. ഇത്രയും 4 ദേശീയോദ്യാനങ്ങളാണ് നമ്മുടെ ഇടുക്കി ജില്ലയിൽ മാത്രമായിട്ട് ഉള്ളത്. ഇരവികുളത്തിന്റെ പ്രത്യേകത എന്താണ്? കേരളത്തിൽ ആദ്യമായിട്ട് രൂപീകൃതമായിട്ടുള്ള ദേശീയോദ്യാനമാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഇരവികുളം ദേശീയോദ്യാനം. ഇത് എപ്പോഴാണ് രൂപീകൃതമായത്? 1978 ഇരവികുളം ദേശീയോദ്യാനം നമ്മുടെ കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ രൂപീകൃതമായത്. ഇതിന്റെ മൊത്തം വിസ്തീർണം എത്രയാണ്? 97 ചതുരശ്ര കിലോമീറ്റർ ആണ്. നമ്മുടെ ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ ആകെ വിസ്തീർണം എത്രയാണ്? 97 ചതുരശ്ര കിലോമീറ്റർ ആണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? പാമ്പാടുംചോല. ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടുംചോലയാണ്. അതുപോലെ തന്നെ ഒരു പ്രത്യേക സസ്യത്തിനായിട്ട് മാത്രം ഇന്ത്യയിൽ നിലവിൽ വന്ന ദേശീയോദ്യാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറിഞ്ഞിമല സാങ്ച്വറി. ഒരു പ്രത്യേക സസ്യത്തിനായിട്ട് മാത്രം ഇന്ത്യയിൽ നിലവിൽ വന്ന ഒരു ദേശീയോദ്യാനം ഏതാണ്? കുറിഞ്ഞിമല സാങ്ച്വറി. നീലഗിരി നാഷണൽ പാർക്കില് 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന ഒരു സസ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. 12 വർഷം തന്നെ കേട്ടറിയാം. ഏതാണ്? നീലക്കുറിഞ്ഞിയാണ്. അതുപോലെ കുറിഞ്ഞിമല ഉദ്യാനം, അതായത് ദേശീയോദ്യാനം നിലവിൽ വന്നത് എപ്പോഴാണ്? കുറിഞ്ഞിമല ഉദ്യാനം നിലവിൽ വന്നത് എപ്പോഴാണ്? 2006 പിന്നെ വേറൊരു ദേശീയോദ്യാനം എന്ന് പറയുന്നതാണ് സൈലന്റ് വാലി. അതിന്റെ മൊത്തം വിസ്തീർണം എത്രയാണ്? 87.52 ചതുരശ്ര കിലോമീറ്റർ ആണ്. 87.52 ചതുരശ്ര കിലോമീറ്റർ ആണ് നമ്മുടെ സൈലന്റ് വാലി ദേശീയോദ്യാനത്തിന്റെ മൊത്തം വിസ്തീർണം വരുന്നത് എത്രയാണ്? 87.52 ചതുരശ്ര കിലോമീറ്റർ ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രം ചെയ്താൽ പോരാ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഞാനിരുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാകുക.